Good morning YouTube. It is 6:04 in the morning and welcome back to my channel. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡർ ഡിസ്ട്രിക്റ്റിലുള്ള ടാണ്ട എന്ന് പറഞ്ഞ വില്ലേജിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നേരെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാം. അവിടുന്ന് നേരെ അഹമ്മദാബാദ് പിടിക്കാമെന്നാണ്. ഏകദേശം 380 സംതിങ് കിലോമീറ്റേഴ്സ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഫുള്ള് കവർ ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ നോക്കും. അപ്പോൾ ബാക്കി വീഡിയോയിൽ കാണാം. ഓക്കെ, കാണുന്നില്ലേ ഈ കാഴ്ച? എന്തൊരു മനോഹരമാണ് ഈ കാഴ്ച ഗായ്സ്. വെറും ശൂന്യമായി കിടക്കുന്ന പാടങ്ങളും മലനിരകളും അതിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു റോഡും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. സോ ഗായ്സ്, എൻജോയ് ദ വ്യൂ. ഒരു ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. ആ കാളന്നല്ലേ, തനി മരുഭൂമി പോലെ തന്നെ. ഗുജറാത്ത് എത്തിയൊരു ഫീലുണ്ട്. മലകളുടെയും ഈ ഏരിയയുടെ തന്നെ ഒരു സ്ട്രക്ചർ അങ്ങോട്ട് മാറി. ഈ റോഡ് കണ്ടോ, നല്ല നൈസല്ലേ. രണ്ട് സൈഡിലും പാലം, ഒരു വേറെ തന്നെ വൈബ്. അപ്പോൾ ഗായ്സ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാവുന്നതാണ്. ബൈക്ക് അങ്ങോട്ട് അലൗഡ് അല്ല. ഇവിടെ പാർക്കിങ്ങിൽ നിർത്തി നമ്മൾ ടിക്കറ്റ് എടുത്താണ്ട് ഇവിടെ വണ്ടികളുണ്ടാവും, വണ്ടിയിൽ കയറി പോയി കണ്ടിട്ട് വരണം എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഹെൽമെറ്റും ലാപ്ടോപ്പും എല്ലാം ഇവിടെ ലോക്കറിൽ വെച്ചിട്ട് ഈ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ടിക്കറ്റ് എടുത്ത് നേരെ ബസ് കയറി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗായ്സ്, ഇവിടെ വന്നപ്പോൾ വലിയൊരു കോമഡി ഉണ്ടായി. ഒരാൾക്ക് കാല് വരെ പോകാനുള്ള ടിക്കറ്റിന് 150, നെഞ്ഞിൻ്റെ അവിടെ വരെ പോകാനുള്ള ടിക്കറ്റിന് 350. എന്താ അല്ലേ, നമ്മൾ അടച്ച ടാക്സിന് ലെഗും ചെസ്റ്റിനും ടാക്സ് അടച്ചുണ്ടാക്കിയ പ്രതിമക്ക് അത് കാണാൻ പോയപ്പോൾ ഞമ്മക്ക് തന്നെ ടിക്കറ്റ്. അടിപൊളിയല്ലേ? എന്താല്ലേ, ഇന്ത്യ സൂപ്പറാണ്. അപ്പോൾ ബസ്സിലാണുള്ളത് 3 ആൾ. അപ്പോൾ ഇനി സ്റ്റാച്യൂൻ്റെ അടുത്ത് പോയോട്ടെ. കാല് വരെ പോകാനുള്ള ടിക്കറ്റ് എടുത്താണ്. 3 ലെഗാണ് ഇട്ടെടുത്ത് ഞങ്ങൾ, 3 ലെഗ്. ഓക്കെ, നല്ല AC ബസ്സാണ്, ഇരിക്കാനൊക്കെ ഒരു സുഖമുണ്ട്. ഓക്കെ, കാണണ്ടേ സ്റ്റാച്യു ഓഫ് യൂണിറ്റി? കാണണ്ടേ? അതാട്ടോ, കണ്ടോ കേട്ടോ. ഇതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. നമ്മുടെ ടാക്സ് പൈസ ഉപയോഗിച്ചുണ്ടാക്കി, നമ്മളോട് തന്നെ ടിക്കറ്റിന് പൈസ വാങ്ങിയിട്ട് ഉണ്ടാക്കിയ പ്രതിമ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ. അപ്പോൾ അതിൻ്റെ കാല് വരെ പോകാനുള്ള പെർമിഷൻ ഉണ്ട്. കാല് വരെ പോയേക്കാം. ഓക്കെ, നോമ്പായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ചുണ്ടൊക്കെ വറ്റി വരണ്ടാണ് ഗൈസ്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു നല്ല തണുപ്പും തണലൊക്കെ ഉണ്ട് കേട്ടോ. നടക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല തണലിനും ഈ സൈഡിൽ ഫുള്ള് ചെടികളും വെള്ളച്ചാട്ടം, വെള്ളം സെർഫിക്കുന്ന പരിപാടിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ആയിരം കോടിക്ക് തണലുണ്ടാക്കിയിട്ടില്ലെങ്കിലേ കാര്യം. അതെ, എന്തായാലും ഇത്ര പൈസ കൊടുത്തല്ലോ, മുതലാക്കണ്ടേ. കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. ഓക്കെ, ഇപ്പോൾ കാലിൻ്റെ അടിയിലെത്തിയിട്ട് കാണാം. ഓക്കെ, ഒരു മയിലുണ്ട് കേട്ടോ അവിടെ. മയിൽ വെള്ളം തെറിപ്പിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് വണ്ടിയിൽ. കാണാൻ രസമുണ്ട്. ഇവിടെ തണുപ്പൊക്കെ ഉണ്ട്. കൊള്ളാം. ഇന്നല്ല, 2 മയിലുണ്ട്, 2 സൈഡിൽ. സോ ഗൈസ് ഏകദേശം നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്.
ഇനിയും കുറേ പോകാനുണ്ട്. വിചാരിച്ചായിരുന്നു കേട്ടോ, കുറേ നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും പോയി നോക്കട്ടെ. നല്ല അടിപൊളി വെയിലാണ് ഗുജറാത്തിൽ. കുറേ പാവങ്ങളുടെ പട്ടിണി മാറ്റാനുള്ള പൈസയാണ് ഇപ്പോൾ ഇത്. 3000 കോടി റുപ്യക്ക് പ്രതിമ ഉണ്ടാക്കി വെച്ചാണ്. എന്താ ചെയ്യല്ലേ ഗൈസ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഉണ്ടോ കുറേ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാലിൻ്റെ അവിടെ വരെ പോകണം, സ്റ്റാച്യൂടെ അവിടെ വരെയുള്ള ടിക്കറ്റേ ഉള്ളൂ. അതായത് ഇതിൻ്റെ ഉള്ളൊന്നും കണ്ടോളൂ നിങ്ങൾ. സൂപ്പറല്ലേ. ഇവിടെ വേറെ കുറച്ച് ഫോട്ടോഗ്രാഫീസും സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? പോവാം. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് വേൾഡിൽ ഏറ്റവും ഹയസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമല്ലോ അല്ലേ. ഫസ്റ്റ് ഇതൊക്കെ ഉണ്ട് ബ്രസീലിലുള്ള ഈ ക്രൈസ്റ്റ് ദ റെഡീമർ, ഈ കാണുന്ന ഇതും. പിന്നെ സെക്കൻഡ് റഷ്യയിലുള്ളതാണ്. പിന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആണ് തേർഡ്. അല്ല ലാസ്റ്റിൽ നിന്ന് കേട്ടോ വരുന്നത്. പിന്നെ ഇതാ മൂന്നാമത്തെ ഏറ്റവും വലുതാണ് ജപ്പാനിലുള്ള, രണ്ടാമത്തെ ഏറ്റവും വലുതാണ് ചൈനയിലുള്ള, ഒന്നാമത്തത് ഇന്ത്യയിലുള്ള. സ്റ്റാച്യു ഓഫ് യൂണിറ്റി 182 ഫീറ്റ്, 153 ഫീറ്റ്, 120 ഫീറ്റ്, 93 ഫീറ്റ്, 85 ഫീറ്റ്, 38 ഫീറ്റ്. അപ്പോൾ ഫസ്റ്റ് നിൽക്കുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ് 182 ഫീറ്റിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ സ്റ്റാച്യൂയുടെ കാലിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഹൈറ്റ് കാണണ്ട ഇതിൻ്റെ ഉണ്ടോ കേട്ടോ. ഈ മേലേക്ക് ഒരുപാട് കയറാനുണ്ട്. ഇവിടെ മേലെ ഫസ്റ്റ് എസ്കലേറ്റർ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചതാണ്. ഉണ്ടല്ലേ, കുറേ ഗാർഡൻ മാതിരി കുറേ ചെടികൾ ഇതൊക്കെ അവിടെ കുഴിച്ചിട്ടുണ്ട്. ഇത് അടുത്ത എസ്കലേറ്റർ ഉണ്ട് ഇവിടെ. അത് കയറി ടോപ്പിലെത്തിയിട്ട് ബാക്കി എന്താണെന്നുള്ളത് കാണാം. ഗായ്സ്, ഫൈനൽ എസ്കലേറ്ററാണ്. ഈ എസ്കലേറ്ററും കൂടി കയറി കഴിഞ്ഞാൽ നേരെ സ്റ്റാച്യൂയുടെ കാലിൻ്റെ അവിടെ എത്തുന്നതാണ് കേട്ടോ. സ്റ്റാച്യു വിചാരിച്ച മാതിരി ഒന്നുമല്ല, നല്ല വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഒരു എസ്കലേറ്ററും കൂടി ഉണ്ടോ, ഒന്നും കൂടി ഉണ്ട് ഗൈസ്. ഇപ്പോൾ 3-4 ആയിക്കണം. അതും കൂടി കയറിയിട്ട് കാണാം ഗൈസ്. വലിപ്പം കണ്ടോളി ഗൈസ്, ക്യാമറ കൊള്ളൂല കേട്ടോ. ഉണ്ടോ, എസ്കലേറ്റർ കയറി മേലെത്താൻ പോവാണ്. കണ്ടില്ലേ വലിപ്പം, കണ്ടില്ലേ? ഒമ്പോ നല്ല വലിപ്പാട്ടോ, നല്ല വലിപ്പമാണ്. ഉണ്ടോ, നല്ല വലിപ്പമാണ്. ചെരുപ്പാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ചെരുപ്പാണ്. ചെരുപ്പിൻ്റെ ഹൈറ്റ് ഞാൻ 6 അടിയാണ്. ചെരുപ്പിൻ്റെ മുൻഭാഗം എത്തുമ്പോൾ എൻ്റെ ഹൈറ്റാണ് ചെരുപ്പിൻ്റെ മുൻഭാഗം. പിന്നെയാണ് വിരൽ എടുക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ടെന്ന് മനസ്സിലായിട്ടാ. നല്ല ഹൈറ്റാണ്, നല്ല ഹൈറ്റാണ്. കണ്ടോളി ഗൈസ്. കണ്ടില്ല സ്റ്റാച്ചു? കണ്ടില്ല സ്റ്റാച്ചു ആണോ കാണുന്നത്? ഇവിടെ ഇപ്പുറത്തുള്ള ഇതില്ലേ വെള്ളക്കെട്ട് ഫുള്ള് പറ്റിയിട്ടുണ്ട്. അവിടേക്കുള്ള വെള്ളം വരുന്നത് കണ്ടോ, അവിടെ ഒരു ഡാമാണ് നമ്മൾ. അവിടെ ഒരു ഡാമാണ് ഉണ്ടാകും. ആ ഡാമിൽ നിന്നാണ് ഈക്കുള്ള വെള്ളം ഫുള്ള് വരുന്നത്. ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്, പക്ഷെ വെള്ളം ഇല്ലാത്തതുകൊണ്ടൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. നോക്കിയാണ് വെള്ളം നല്ല ക്ലിയറുള്ള വെള്ളം അല്ലേ, അടി കാണുന്നില്ല, നല്ല ക്ലിയറുള്ള വെള്ളമാണ്. അപ്പോൾ അത് മഴക്കാലത്താണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണും, ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട്. സ്റ്റാച്ചുവിൻ്റെ കാലിൻ്റെ കാലാണ് കാഴ്ച കാണുന്നത്. ഉണ്ടോ, കാല് പോലും ക്യാമറ കിട്ടണില്ല ഫുള്ള്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കി ഓൺ ദ വേ കാണാം. ഇനി അഹമ്മദാബാദിലേക്കാണ് ബാക്കി.
അപ്പോൾ ഓൺ ദ വേ ടു അഹമ്മദാബാദ് ബാക്കി കാഴ്ചകൾ കാണാം ഗൈസ്. ഓക്കെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഞങ്ങൾ ഇവിടെയും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ശരിക്കും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു ആണ്. നമ്മൾ ഇതിനുള്ളിൽ കയറിയപ്പോൾ ഇതിനുള്ള ഒരു തിയേറ്ററൊക്കെ നമ്മൾ നേരത്തെ ഇവിടെ വന്നതാണ്, പക്ഷേ ഇത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. നല്ല സിനിമ ഇടാൻ എല്ലാം ഉഷാറായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിയിരുന്നു കേട്ടോ. നല്ല സീറ്റൊക്കെ ഉണ്ട്, നല്ല പുറത്ത് നല്ല വെയിലാണ്, ഇതിൻ്റെ ഉള്ളിൽ AC ആണ്. അപ്പോൾ ഇവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്. ഒരു എന്തെങ്കിലും പാട്ടോ സിനിമ എന്തിട്ടാണ് നല്ല രസമായിട്ട് ഇരിക്കുകയായിരുന്നു. എന്താ മോദിജി. അപ്പോൾ ഗായ്സ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ അഹമ്മദാബാദ് സൈഡിലേക്ക് വെടിച്ച് പിടിക്കുക തന്നെ, അതാണ് പരിപാടി. നോമ്പ് തുറക്കാനാകുമ്പോഴത്തെ അഹമ്മദാബാദ് എത്തണം എന്നാണ് പ്ലാൻ. എന്താണെന്ന് അറിയില്ല, എന്തായാലും പോയോക്കട്ടെ. ഗുജറാത്തിലെ റേറ്റ് 104.69 65 ഉള്ളത്. ഇന്ന് അവിടെ നോമ്പ് തുറക്കാനൊരു പള്ളി കണ്ടുവച്ചിട്ടുണ്ട്, ആ പള്ളിക്കാണ് ഇപ്പോൾ പോണേ. അവിടെ പോവുക, കുറച്ച് നേരം കൊടുന്ന് ഉറങ്ങുക, നോമ്പ് തുറക്കുക, കഴിഞ്ഞ് പമ്പിൽ ടെൻ്റ് അടിക്കുക, അതാണ് പ്ലാന്. ഇന്ന് ഫുള്ളി ടയർഡാണ്, ഫുൾ വെയിലൊക്കെ കൊണ്ട് രാവിലെ തുടങ്ങിയ ഓട്ടോ അല്ലേ, കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്. അപ്പോൾ വേഗം പള്ളിയിലെത്തിയാൽ ഒരൊറ്റ കിടത്തും, ബാക്കി നോമ്പ് തുറന്നിട്ട് കാണാം. ഓക്കെ ഗായ്സ്. സോ ഗായ്സ് ഇന്നൊരു റൂം എടുക്കാൻ വിചാരിച്ചു. നല്ല ടയർഡാണ്, രാവിലെ തുടങ്ങിയതല്ല റൈഡ്, ഇപ്പോഴാണ് നിൽക്കുന്നത്. ഇപ്പോൾ ടൈം ഏകദേശം 9:30 കണ്ടില്ലേ. രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത റൈഡാണ്. അപ്പോൾ ഒന്ന് തീരെ വയ്യ, അതുകൊണ്ട് റൂം എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളിവിടെ റൂം എടുത്തിട്ട് മിക്കവാറും നാളെ വൈകുന്നേരം വീഡിയോ ഉണ്ടാവില്ല, നല്ല ടയർഡാണ്, കിടക്കണം. ഓക്കെ, അപ്പോൾ മറ്റന്നാളാവും മിക്കവാറും വീഡിയോ ഉണ്ടാവുക. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്.